അപ്പോൾ ഈ സ്ക്രീൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സ്പെസിഫിക്കലി നിങ്ങൾക്ക് കീ ഇൻ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഡൗൺ പേയ്മെന്റ് കൊടുക്കേണ്ട എമൗണ്ട് എത്രയാണ്, നമ്മുടെ EMI എത്രയാണ് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയത്, എത്ര ലോൺ ടെന്യൂർ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അറ്റ് ദ സെയിം ടൈം ഇൻട്രസ്റ്റ് എത്രയാണ് നിങ്ങൾ ബാങ്ക് ചാർജ് ചെയ്യണേ. എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു കോട്ട്, ഇപ്പോൾ ഫൈറ്റ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു വളരെ ഫേവറേറ്റ് മൂവിക്കകത്തുള്ള കോട്ട് ഞാനിപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ പ്ലേസ് ചെയ്ത് തരാം. ഈ കോട്ട് ചേഞ്ച് മൈ ലൈഫ് ആൻഡ് ഐ എം ഷുവർ ഇറ്റ് വിൽ ചേഞ്ച് യുവേഴ്സ് ആസ് വെൽ. അപ്പം ഇതിൻ്റെ ബേസ് ഞാൻ അത് കഴിഞ്ഞിട്ട് പറയാം. ഫസ്റ്റ് ലെറ്റ് us read the quote. We buy things we don't need with money we don't have to impress people we don't like. നമുക്ക് വേണ്ടാത്ത സാധനങ്ങൾ ഇല്ലാത്ത പൈസ കൊടുത്ത് നമുക്ക് എനിവേ ഇഷ്ടമില്ലാത്ത ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയാണ് എൻറ്റയർ യൂണിവേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറച്ച് മാറ്റി ചിന്തിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. എൻ്റെ പേര് തോമസ് ആണ്. ഇന്ന് ഈ വീഡിയോയ്ക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇൻകം ബേസ് ചെയ്തിട്ട് നമുക്ക് ഏത് കാറാണ്, കാറിൻ്റെ സ്പെസിഫിക്കലി പറയാനുള്ളൊരു കാര്യം ഞാൻ പറയാം. ഏത് കാറാണ് നമ്മൾ ഐഡിയലി ബൈ ചെയ്യേണ്ടത്, ഒരു ഫൈനാൻഷ്യൽ ഡിസിഷൻ്റെ ആസ്പെക്റ്റ് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഇൻകം ബേസ് ചെയ്തിട്ട് ഏത് കാറാണ് നമ്മൾ ബൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മളൊരു കാൽക്കുലേറ്റർ, ഒരു റെഡി റെക്കണർ കാൽക്കുലേറ്റർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ കാൽക്കുലേറ്റർ വേണമെങ്കിൽ കാർ കാൽക്കുലേറ്റർ എന്ന് മാത്രം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ കൂടുതലും ഒരു കാറ് മേടിക്കുമ്പോൾ വളരെ ഇമോഷണൽ ആയിട്ടാണ് നമ്മളൊരു കാറ് മേടിക്കുക. നമ്മളൊരു കാർ റോട്ടിൽ കണ്ടിട്ട് അത് ഇഷ്ടപ്പെട്ടിട്ട്, അല്ലെങ്കിൽ കൂടുതലും ആൾക്കാർ എൻ്റെ മനസ്സിലാക്കലിൽ വലിയ പെട്രോൾ ഹെഡ്സോ അല്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ട് കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു ത്രില്ല് കിട്ടുന്ന ആൾക്കാരൊന്നും അല്ല എന്നുള്ളതാണ് എൻ്റെ മനസ്സിലാക്കൽ. നിങ്ങളുടെ അപ്രോച്ച് ടുവേർഡ്സ് ബൈയിങ് എ കാർ എന്താണെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ നമ്മൾ കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമ്മളൊരു വണ്ടി കാണുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു സെലിബ്രിറ്റി, അല്ലെങ്കിൽ നമ്മൾ സക്സസ്ഫുൾ എന്ന് നമ്മൾ ധരിച്ചവർ വണ്ടി ഓടിച്ചത് കണ്ട് ആ വണ്ടിയാണ് നമ്മൾ മേടിക്കേണ്ടതെന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു. അതിന് പ്രകാരം നമ്മൾ ഫൈനാൻസസും കാര്യങ്ങളും നോക്കാതെ നമ്മൾ വി ആർ ഗോയിങ് ഹെഡ് ആൻഡ് മേക്കിംഗ് എ പർച്ചേസ് വിച്ച് മൈറ്റ്, ഞാൻ എപ്പോഴും എല്ലാ കേസിലും പറയില്ല, ബട്ട് വിച്ച് മൈറ്റ് ടേൺ ഔട്ട് ടു ബി എ വെരി ബാഡ് ഫൈനാൻഷ്യൽ ഡിസിഷൻ. അതുകൊണ്ടാണ് ഞങ്ങൾ എക്സ്ക്ലൂസീവായിട്ട് ഇങ്ങനൊരു കാൽക്കുലേറ്റർ ബിൽഡ് ചെയ്തിരുന്നത്, സോ ദാറ്റ് യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് വിച്ച് കാർ ടു ബൈ. ഇനി അതല്ലാതെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ എൻ്റെ പേഴ്സണൽ സ്റ്റോറിയും കൂടി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്തൊരു ഫൂളിഷ്നെസ്സും ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പേര് തോമസ് ആണ്. കൂടുതലും ഫൈനാൻഷ്യൽ കോണ്ടൻറ്റാണ് ഞാൻ ഈ ചാനലിനകത്ത് ചെയ്യുന്നത്. ഈ ചാനലിനകത്ത് ഫൈനാൻഷ്യൽ കോണ്ടൻറ്റ് ലൈക്ക് മ്യൂച്വൽ ഫണ്ട്, സ്റ്റോക്സ്, പിന്നെ എക്കണോമിക്സ്, ഭയങ്കരമായിട്ടുള്ള എക്കണോമിക്സ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നതാണ്. പോഡ്കാസ്റ്റ്, ബിസിനസ്, ഓണ്ടർപ്രണർഷിപ്പ് ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ വെൽത്ത് ബിൽഡിംഗ് ജേർണിയിൽ ഡെഫിനറ്റ്ലി ഈ ചാനൽ യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ താഴെ ഞാൻ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ലിങ്ക്സ് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക്സ് എന്താണെന്ന് നോക്കി വായിച്ച് മനസ്സിലാക്കി, ഇഫ് യു തിങ്ക് ദാറ്റ് മേക്ക് സെൻസ് ഫോർ യു ടു ക്ലിക്ക് ഓൺ ദറ്റ് ലിങ്ക്, പ്ലീസ് ക്ലിക്ക് ഓൺ ദറ്റ് ലിങ്ക്. അപ്പോൾ അതുപോലെ നേരെ സ്ട്രെയിറ്റ് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ എൻ്റെ ഫസ്റ്റ് കാർ മേടിച്ചത് ഒരു ഫോർഡ് ഐക്കൺ ആയിരുന്നു. ഞാൻ പറയുന്നത് 2010 കാലഘട്ടത്താണ്, വിച്ച് ഇസ് ലൈക്ക് 15 years ബാക്ക്. ഓക്കെ, വളരെ യങ് ആയിട്ടുള്ള ഞാൻ എൻ്റെ ഫസ്റ്റ് കാർ, എൻ്റെ വീട്ടിൽ തന്നെ ഫസ്റ്റ് കാർ ഞാനാണ് മേടിക്കുന്നത്. അത് ഞാനൊരു ഫോർഡ് ഐക്കണാണ് മേടിക്കുന്നത്. അപ്പോൾ ഞാനത് ഇവിടെ എടുത്ത് പറയാൻ കാരണം, ഇത് ചെന്നൈയിലാണ് സംഭവം. ഇത് ഞാൻ എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ ആ ഫോർഡ് ഐക്കൺ മേടിച്ചത് പിഡ്ലൈറ്റ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഷെയർ വിറ്റിട്ടാണ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഇവിടെ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാനത് സംസാരിച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ നോക്കേണ്ടി വരും എൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണെന്ന്. അത് തന്നെ കണ്ട് ഞാൻ ഡെസ്പാവും. അതുകൊണ്ട് തന്നെ ഞാൻ അന്ന് ചെയ്ത ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് പിഡ്ലൈറ്റ് ഇൻഡസ്ട്രീസ്. അന്ന് പിഡ്ലൈറ്റ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് അന്ന് എൻ്റെ ഒരു സ്റ്റാർട്ടിങ് സമയമാണ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ. ആ സമയത്ത് എന്തിലേക്കൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോൾ അന്ന് കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള സാധനങ്ങൾ എന്താണ്, ഫെവിക്കോൾ. അപ്പോൾ ഫെവിക്കോൾ എന്ന് പറയുമ്പോൾ ഏത് കമ്പനിയാണ്? പിഡ്ലൈറ്റ് ഇൻഡസ്ട്രീസ്. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഫിനാൻസസും കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞ പോലെ ICICI ബാങ്ക്, കാരണം അന്ന് ഞാൻ ICICI ബാങ്കിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റോക്ക് ബൈ ചെയ്തിട്ട് അന്ന് 95 rupees ഞാൻ പിഡ്ലൈറ്റ് ഇൻഡസ്ട്രീസ് മേടിച്ചത്. ഇപ്പോൾ എന്താണെന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സോ ദാറ്റ് ഇറ്റ് റീച്ചസ് മാക്സിമം നമ്പർ ഓഫ് പീപ്പിൾ. ആ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക, ആൻഡ് ഓൾസോ ഇറ്റ് ഗിവ്സ് മീ മോർ മോട്ടിവേഷൻ ടു ഡു മോർ കോണ്ടന്റ്. അപ്പോൾ അങ്ങനെ പിഡ്ലൈറ്റ് ഇൻഡസ്ട്രീസ് വിറ്റിട്ടാണ് ഞാൻ എൻ്റെ ഫോർഡ് ഐക്കൺ മേടിക്കുന്നത്. അപ്പോൾ ഫോർഡ് ഐക്കൺ മേടിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഫ്ലാഷ് ചെയ്യുന്നു. എല്ലാവരും തോമസ് ഫോർഡ് ഐക്കണൊക്കെ ഓടിച്ചുകൊണ്ട് നടക്കുന്നത് എന്നുള്ളൊരു ഇത്. പക്ഷേ ആ തോമസ് ഫോർഡ് ഐക്കണാണ് ഓടിച്ച്, അന്ന് ഫോർഡ് ഐക്കൺ ഭയങ്കര സംഭവമായിരുന്നുണ്ട്, ഇന്ന് ആയിരിക്കില്ല. പക്ഷേ തോമസ് ഫോർഡ് ഐക്കണാണ് ഓടിച്ച് നടക്കുന്നത് 2 ദിവസം മാത്രമേ ആൾക്കാർ പറഞ്ഞുള്ളൂ. ബാക്കി എല്ലാ ദിവസങ്ങളും അവർ മറന്നു വരെ പോയി എന്താണ് തോമസ് ഓടിച്ച് നടക്കുന്നത്. അല്ലെങ്കിൽ എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. നമ്മൾ ഒരു വണ്ടി മേടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ഇടും, എന്താ ആഡിങ് ന്യൂ ഫാമിലി മെമ്പർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഫാമിലി മെമ്പറിനെ നമ്മൾ വിറ്റ് കളയാൻ പോകുന്ന ഫാമിലി മെമ്പർ അതെന്ന് നമ്മൾ പറയുന്നില്ല. എനിവേ, അപ്പോൾ നമ്മളത് ഇട്ട് കഴിയുമ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യും, കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞ് കുറേ സാധനങ്ങളൊക്കെ വരും. പക്ഷേ അത് നമ്മൾ എന്ത് കൊടുത്തിട്ടാണ് മേടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരൊറ്റ കൺഗ്രാറ്റ്സോടുകൂടി എല്ലാവരും മറന്നു തന്നെ പോകും നിങ്ങളൊരു BMW ഓടിച്ചുകൊണ്ടിരിക്കണമെന്ന്. അപ്പോൾ അത് നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെ നമ്മൾ
കാർ മേടിക്കുമ്പോഴത്തേക്ക് നമ്മൾ സെൻസിബിൾ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ബേസിസിലാണ് നമ്മൾ ഈ കാൽക്കുലേറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ദർ ആർ പീപ്പിൾ ഹൂ ഫൈൻഡ്സ് അബ്സല്യൂട്ട് പ്ലഷർ ഇൻ ഡ്രൈവിംഗ് എ കാർ. അപ്പോൾ അതിന് ഒരു സെപ്പറേറ്റ് വിങ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ദർ ആർ ഓൺടർപ്രണേഴ്സ്, ചില ഓൺടർപ്രണേഴ്സ് ഹു ഫീൽസ് ദറ്റ് കാർ ദേ ഡ്രൈവ് മൈറ്റ് ഡിറ്റർമിൻ ദെൻ. അതിനും വേറൊരു ആസ്പെക്റ്റ് ഉണ്ട്. ആ ഒരു കാറ് ഞാനിപ്പോൾ ഒരു മേക്കാണ് ഓടിച്ച് നടക്കുന്നത് അല്ലെങ്കിൽ BMW ആണ് ഓടിച്ച് നടക്കുന്നത് എന്ന് കാണിച്ചുകൊണ്ട് എനിക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് എന്ന് വിചാരിക്കുന്ന ഒരു ലൈൻ. അപ്പോൾ അതിന് വേറെ കുറേ ഇതിനകത്ത് പല ആസ്പെക്ട്സും ഉണ്ടാവും. ബട്ട് വി ആർ നോട്ട് കവറിങ് ഓൾ ദാറ്റ്. വി ആർ കവറിങ് സ്ട്രേറ്റ് അവേ ആസ് ടു യുവർ ഇൻകം പ്രകാരം, നിങ്ങളുടെ ഇൻകം പ്രകാരം ഏത് കാറാണ് നിങ്ങൾക്ക് സെൻസിബിൾ മേടിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നേരെ നമുക്ക് സ്ക്രീനിലേക്ക് കടക്കാം. അപ്പോൾ ഈ സ്ക്രീൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സ്പെസിഫിക്കലി നിങ്ങൾക്ക് കീൻ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കേണ്ട എമൗണ്ട് എത്രയാണ്, നമ്മുടെ EMI എത്രയാണ് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയത്, എത്ര ലോൺ ടെന്യൂറാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അറ്റ് ദ സെയിം ടൈം ഇൻട്രസ്റ്റ് എത്രയാണ് നിങ്ങൾ ബാങ്ക് ചാർജ് ചെയ്യണേ എന്ന് മാത്രം നിങ്ങൾ കീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള കാറിൻ്റെ വില അല്ലെങ്കിൽ കാറിൻ്റെ പേരുകൾ വരെ ഇതിനകത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനു വേണ്ടി കമൻറ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ. അപ്പം നമുക്ക് ലെറ്റ്സ് സേ 5 lakhs ആണ് നമ്മുടെ ഡൗൺ പേയ്മെൻറ്റിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് വിചാരിക്കാം. ഹൗ മച്ച് EMI ക്യാൻ യു പേ? ശരിക്കും EMI പേ ചെയ്യേണ്ടത് ഫൈനാൻഷ്യലി സെൻസിബിളി ചിന്തിക്കുമ്പോൾ ഒരു 10 to 15% ഓഫ് യുവർ സാലറി ആയിരിക്കണം നിങ്ങളുടെ EMI എന്ന് പറയുന്നത്. അത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിപ്പോയാലും ഓക്കെയാണ്. പക്ഷേ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ വി ആർ ഫൈൻഡിങ് അവർ സെൽഫ് ഇൻ ട്രബിൾ. ഫൈനാൻഷ്യൽ ഡിസിഷൻസ് നോക്കുമ്പോഴത്തേക്കും 10 to 15% കൂട്ടാം. അപ്പോൾ ലെറ്റ് us say നമ്മുടെ EMI പേ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഒരു 15,000 rupees ആണെന്ന് വിചാരിക്കും. എന്നാൽ ലോൺ ടെന്യൂർ എത്ര? ലോൺ ടെന്യൂർ എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് എനിവേ യു ഹാവ് ടു പേ ഇൻട്രസ്റ്റ്. നമ്മൾ ലോൺ എടുക്കുമ്പോഴത്തേക്ക് ഇൻട്രസ്റ്റ് പേ ചെയ്യണം. ആ ഇൻട്രസ്റ്റ് നമ്മൾ ആദ്യം തന്നെ പേ ചെയ്യുക. ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരാൾക്ക് 100 രൂപ കൊടുക്കാനുണ്ട്. ആ 100 രൂപ നമ്മൾ 7 വർഷത്തിൽ കൊടുത്തു തീർക്കണമാണോ നല്ലത്, അതോ ഇന്നൊരൊറ്റ ദിവസം കൊണ്ട് കൊടുത്തു തീർക്കണമാണോ നല്ലത്? ഡെഫിനറ്റ്ലി 7 വർഷം കൊണ്ട് കൊടുത്തു തീർക്കണമാണ് നല്ലത്. കാരണം ഇന്നൊരു 100 രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ 100 രൂപ നമ്മൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് കിട്ടാവുന്ന റിട്ടേൺസ് ആണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലോൺ ടെന്യൂർ എൻ്റെ ഈവൻ ഇഫ് ഇറ്റ് ഇസ് എ ഡിപ്രിഷിയേറ്റിംഗ് അസറ്റ്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എത്രയും നാൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നു അത്രയും ബെസ്റ്റ് ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ മനസ്സിലാക്കുന്നത്. എനിവേ യു ഹവ് ടു പേ ദ ഇൻട്രസ്റ്റ്. അത് അപ്ഫ്രണ്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യാനാണ്? അപ്പോൾ നമ്മൾ 7 years കൂട്ടാം, നിങ്ങൾക്ക് വേണമെങ്കിൽ 5 years കൂട്ടാം. നിങ്ങളുടെ കാൽക്കുലേറ്റർ എനിവേ ഞങ്ങൾ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. ഇനി ഇൻട്രസ്റ്റ് റേറ്റ് പെർ ആനം എന്ന് പറയുന്നത് 8.5 ആണെന്ന് വിചാരിക്കാം. ചില പ്രീമിയം വെഹിക്കിൾസിന് ഇൻട്രസ്റ്റ് റേറ്റ് ഇച്ചിരി കൂടി കൂടുതലായിരിക്കും, ചിലതിന് കുറവുമായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 14 lakhs വണ്ടിയാണ് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിനകത്ത് സ്പെസിഫിക്കലി ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 14 lakh വണ്ടിക്ക് ഏതൊക്കെ വണ്ടി ഉണ്ടെന്ന് വരെ നമ്മൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ടാറ്റ നെക്സോൺ ഒക്കെയാണ് കാണുന്നത്. ബട്ട് ദർ ആർ അതർ വെഹിക്കിൾസ് ദാറ്റ് ഇസ് ഗിവൺ. ഇതാണ് ഈ ഇപ്പോൾ 5 lakhs ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരാൾ ഹു ക്യാൻ പേ 15,000 rupees EMI, who can afford to have a 7 years of car loan interest rate percentage, tenure എന്ന് പറഞ്ഞാൽ 7 years ആണെങ്കിൽ അയാൾക്ക് സെൻസിബിളി അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് 15 lakhs കാറാണ്. ഇനി എനിക്ക് 15,000 EMI അഫോർഡ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് യു ടോൾഡ് മീ 10 to 15% ആണ് മന്ത്ലി സാലറിയുടെ ഇതെങ്കിൽ എനിക്ക് 1 lakh ഇൻകം ഇല്ല എന്നാണ് നിങ്ങൾ പറയണമെങ്കിൽ ലെറ്റ് സേ നമ്മളൊരു 7,000 rupees ആണ് നമ്മൾ EMI കൊടുക്കാൻ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൂ, ഫിനാൻഷ്യലി സെൻസിബിൾ ആയിട്ടുള്ളൂ എങ്കിൽ നമ്മൾ sub 10 lakh rupees വണ്ടി മേടിക്കണം എന്നുള്ളതാണ്. ചിലപ്പോൾ നമുക്ക് 1 lakh 1.5 lakh സാലറി കാണും. പക്ഷേ അന്നേരം തന്നെ നമ്മളൊരു BMW മേടിക്കാതെ അല്ലെങ്കിൽ യൂസ്ഡ് കാർസും മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അത് മേടിക്കാതെ നമ്മൾ സെൻസിബിൾ ആയിട്ടുള്ള നല്ല വണ്ടികൾ കിട്ടുമ്പോൾ കേസ് ടു കേസ് ബേസിസിൽ എവറിത്തിങ് ക്യാൻ ഡിഫർ. ബട്ട് സെൻസിബിൾ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഡിസിഷൻ എടുക്കാൻ ആണ് ഞാൻ എനേബിൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 7,000 rupees ആണ് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഇത്രയും നാളത്തെ ഇൻട്രസ്റ്റ് റേറ്റ് നിങ്ങൾ പേ ചെയ്യാൻ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് 10 lakhs കാറാണ് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. നമ്മളൊരു കാർ മേടിക്കുമ്പോൾ അത് ഫൈനാൻഷ്യലി സെൻസിബിൾ ആണോ എന്ന് മനസ്സിലാക്കുക. ഈ കാൽക്കുലേറ്ററിന് വേണ്ടി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് എല്ലാവരുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക. സോ until and unless I come next time with another informative video, Thomas Wagi signing off. Bye bye.